എല്ലാവർക്കും നമസ്കാരം. ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാനിപ്പോൾ ഇന്ന് സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഇതായിരുന്നു എൻ്റെ ക്ലാസ്. 10ാം ക്ലാസ് ആയിരുന്നു ഇത്. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ ഏകദേശം 10-42 കുട്ടികളുണ്ടാവും. അതിൽ അന്നത്തെ കാലത്ത് ഒരു 40 കുട്ടികളുടെ ഏറി വന്നാൽ ഒരു 10 പേരൊക്കെ പാസ്സാവുള്ളൂ. SSLC പാസ്സാവുക പറയുന്നത് ഒരു ഡോക്ടറാവുന്ന പോലെയൊക്കെയാണ് അന്നത്തെ കാലത്ത്. അത്ര വലിയ കാര്യം. അന്ന് 99% SSLC പാസ്സാവുന്ന കുട്ടികളും. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു മൈൻഡ് പവർ അത്രയും ലെവലിൽ വന്നിരിക്കല്ലേ. അപ്പോൾ സോഷ്യൽ ലീഡർഷിപ്പ് കോൺക്ലേവിലേക്ക് ക്ഷണിച്ച ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. എപ്പോഴും റിയാസ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ഇത്തരം സോഷ്യൽ വർക്കിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അതുപോലെ സോഷ്യൽ ലീഡർഷിപ്പുള്ള എന്ന രീതിയിൽ നിങ്ങളെ ഇതുപോലെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിൽ അവർ കാണിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതുപോലുള്ള അവസരങ്ങളൊന്നും ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളൊക്കെ 1990 ബാക്കിലുള്ളവരാണ്. നിങ്ങളെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ പിന്നെ എന്താ പറയുക, 90 ശേഷമെന്നോ 90 എന്താ പറയുക 90 2K എന്നോ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ചുരുങ്ങിയ അവസരങ്ങളുള്ള കാലഘട്ടത്തിൽ ജീവിച്ച 2Kക്ക് മുമ്പുള്ള ഞങ്ങളെക്കാൾ ഒരുപാട് അവസരങ്ങളുള്ള കാലത്താണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് ഓരോ കാര്യം അറിയാൻ, ഇന്നലെ ഞാൻ പിന്നെ ഒരു സുഹൃത്ത് എനിക്ക് പരിചയപ്പെടുത്തേണ്ടായി. പിന്നെ എന്താണ് എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു ഗൂഗിളിൽ AI അല്ല വേറൊന്ന്, ജെമിനി എനിക്ക് പരിചയപ്പെടുത്തേണ്ടായി. അപ്പോൾ അയാൾ ജെമിനി പരിചയപ്പെടുത്തുമ്പോൾ അയാൾ പറയണേ വോയിസ് അൻവർ PT എന്ന അയാൾ അടിച്ചു നോക്കുമ്പോൾ എൻ്റെ എല്ലാ ഡാറ്റയും അതിലും കൊണ്ട് വന്നു. ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാലം വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും സ്കൂളുകളിലിരുന്ന് ബൈഹാർട്ട് പഠിക്കേണ്ട കാലം കഴിഞ്ഞ് നിങ്ങൾ ജെമിനിയോട് ചോദിക്കുന്ന കാലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ റിയാസ് മാഷ് എന്നാണ് സ്കൂളിൽ ചേർന്നത്, എന്നാണ് അയാളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതെന്ന് വരെ ഇന്ന് ജെമിനിയോട് നമ്മൾ വെറും വോയിസ് ഓവറിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുന്ന കാലമാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇന്ന് ആർക്കും അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്കൊരു പരാതി പറയാനോ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കാനോ നമുക്ക് കഴിയില്ല. എല്ലാവർക്കും അവസരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. ഇത്തരം നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു ലീഡർഷിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവളിപ്പോഴും പല രീതിയിലുള്ള കൺഫ്യൂഷനിലാണ്. ബിസിനസ് ചെയ്യണോ അതോ പ്രൊഫഷണൽ രീതിയിലേക്ക് പോകണോ എന്നൊക്കെയുള്ള എപ്പോഴും വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൺഫ്യൂഷൻസുമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് മുമ്പ് തന്നെ ഇതുപോലുള്ള സോഷ്യൽ ലീഡർഷിപ്പും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു വഴിത്തിരിവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഗൾഫിൽ പോയി അവിടെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല. കാരണം 2 വർഷം കഴിയാതെ എന്തായാലും നാട്ടിലേക്ക് വരാൻ പറ്റില്ല. ആരും നമുക്ക് സഹായത്തിനുണ്ടാവില്ല. നമ്മളവിടുന്ന് ഒരു വിവരം നമ്മുടെ ഉമ്മാടെയും ഉപ്പാനെയും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ദിവസം കഴിഞ്ഞാണ് അവർക്ക് നമ്മളൊരു വിവരം ഇവിടെ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവരൊരു വിവരം കിട്ടാൻ 8 ദിവസവും കഴിഞ്ഞു. അങ്ങനെ 16 ദിവസത്തിലാണ് 2 കുടുംബങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എഴുത്താണ്. എഴുത്താണ്. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. 8 ദിവസം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പോസ്റ്റൽ സംവിധാനത്തിലൂടെയാണ് അന്ന്. പിന്നെ അതുപോലെ പിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെലിഫോണാണ്. അന്ന് മങ്കടയിൽ ടെലിഫോൺ ആകെ 2 വീടുകളിലുള്ളൂ. ഒന്ന് നമ്മുടെ തയ്യിലെ അദ്രമുട്ടിയാജിൻ്റെ, അതായത് അബൂബക്കർ തയ്യലിൻ്റെ, ഹംസ തയ്യലിൻ്റെയൊക്കെ വീട്ടിൽ. പിന്നെ മറ്റൊന്ന് പടുവിൽ. അങ്ങനത്തെ 2 പ്രമാണിമാരുടെ കുടുംബങ്ങളിൽ മാത്രമാണ് അന്ന് ടെലിഫോണുള്ളത്. ടെലിഫോണിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് വരും. വീട്ടിൽ നിന്ന് വന്നിട്ട് ആ വീട്ടിൽ കാത്തിരിക്കും. ഇന്ന സമയത്ത് ഞങ്ങൾ വിളിക്കും എന്ന് പറയും.
എന്നിട്ട് ഞങ്ങൾ അന്ന് അങ്ങനെ വിളിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഒരു ബോക്സ് കോയിൻസും കൊണ്ട് ഒരു മെഷീൻ്റെ മുന്നിൽ നിൽക്കും. ഇതിൽ സംസാരിക്കാൻ വേണം, ഈ കോയിൻസ് ഇടുകയും വേണം. കോയിൻസ് അതിൻ്റെ ഇടയിൽ വീഴൽ കട്ടായി പോയാൽ ടെലിഫോൺ കട്ടാവും. അങ്ങനെ വളരെ കമ്മ്യൂണിക്കേഷന് ഭയങ്കര പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ അന്നല്ല, ഞങ്ങളുടെ ഹാർഡ് വർക്കിനാണ് ഞങ്ങൾക്ക് പ്രത്യേകത ഉള്ളത്. എല്ലാം ഹാർഡ് വർക്ക്, ഫിസിക്കൽ എഫേർട്ടിനായിരുന്നു അന്ന് പ്രത്യേകത ഉണ്ടായിരുന്നത്. എല്ലാവരും പറയുക അന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നവരിൽ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എന്നാണ് നമ്മളെല്ലാവരും പറയുക. ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം സ്മാർട്ട് വർക്കാണ്. ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ സ്മാർട്ട് വർക്ക് എന്താ. ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ സെക്കൻഡുകൾക്കുള്ളിലായി. ഇന്ന് എവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മഞ്ചേരി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഗൂഗിളിൽ എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വിപുലമായ ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ പവറും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷനും അത്രയധികം നിങ്ങൾ വളർച്ചയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതിനേക്കാൾ മുന്നോട്ട് ഇനി പോകാനുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചറിയാനോ പോലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ബിസിനസ്, ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് ബിസിനസ്സുമായി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഒരു 1500 പേരുടെ തൊഴിൽ കൊടുക്കുന്ന എനിക്കറിയാം അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച്. അതും ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ എൻ്റർപ്രണേഴ്സിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ആവുന്നു. അവരുടെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ എൻ്റർപ്രണേഴ്സിന് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നും പറയാൻ കാരണം എന്താണ്, അവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി പോലെ തന്നെ അതേപോലുള്ള എംപ്ലോയീസിനെ നമുക്ക് പെട്ടെന്ന് ഹയർ ചെയ്യാനും പെട്ടെന്ന് അതിലേക്ക് അസൈൻ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈക്വലി ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കാലഘട്ടത്തിലാണെന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ആരും വിഷമവും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, നന്നായി പഠിക്കുക. ഇപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട. ബിസിനസ്സും ഇൻസ്പയറിംഗ് ഒക്കെ നിങ്ങളുടെ ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം നിങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കിയിരിക്കുക. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ആരും നിങ്ങളെ സഹായിക്കാനുണ്ടാവുമെന്ന് കരുതരുത്. സ്വന്തമായ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുക. പിന്നെ പെൺകുട്ടികൾ കൂടുതൽ ഞാനിവിടെ കണ്ടത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെ കണ്ടത്. പെൺകുട്ടികൾ ഇന്ന് സെൽഫ് സഫിഷ്യൻ്റായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും ഇന്ന് എല്ലാ മേഖലയിലും പെൺകുട്ടികൾ നമുക്ക് കാണാവുന്നതാണ്. IT മേഖലയിലായാലും മറ്റെല്ലാം. എൻ്റെ തന്നെ സ്റ്റാഫുകളിൽ വളരെ ഇപ്പോൾ ഒരു PR എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അവരെടുക്കുന്ന വർക്ക്, എല്ലാവിധ വർക്കുകളും അവരെടുക്കും. ഒരു കുടുംബം അവർ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കറക്റ്റ് സമയത്ത് ഓഫീസിലെ കാര്യങ്ങളെടുത്ത് വൈകുന്നേരം അവരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള അത്തരം മൾട്ടി ടാസ്ക് ഉള്ളവരാണ് ലേഡീസ്. ചെറുപ്പക്കാർക്ക് വളരെയധികം സാധ്യതയുള്ള കാലഘട്ടമാണ്. കാരണം അവർക്ക് യാത്രക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമാണ് ഇന്ന്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ദുനിയാവിലെ ഏതറ്റത്തും എത്താവുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും ആൺകുട്ടികൾക്കും നല്ല അവസരങ്ങളുള്ള കാലമാണ്. പിന്നെ അതുപോലെ ഇന്ന് മൊബൈലിൻ്റെ അതിപ്രസരണം നിങ്ങൾക്കറിയാമല്ലോ. ഇൻഫർമേഷൻ കിട്ടുന്നതും നമുക്ക് മൊബൈലിലൂടെയാണ്. ഈ മൊബൈൽ തന്നെയാണ് നമ്മളുടെ എല്ലാ നല്ല വഴിയും ചീത്ത വഴിയും ഒക്കെ നമുക്ക് ഈ മൊബൈലിലൂടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലത് തിരഞ്ഞു കൊടുത്തുകൊണ്ട് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റിന് ഇവിടെ നിന്നുകൊണ്ട് ആമസോൺ നിങ്ങൾക്ക് ഇന്ന് പ്രോഡക്റ്റ് ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. എൻ്റെ മകളൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. അവൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അവളൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അവൾക്ക് ഒരു സ്വന്തം ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൽ നിന്ന് അവൾ കാശ്മീരിലുള്ള ആൾക്കും വിൽക്കുന്നുണ്ട്, ദുബായിലുള്ള ആൾക്കും വിൽക്കുന്നുണ്ട്, സൗദി അറേബ്യയിലുള്ള ആൾക്കും വിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ഇന്ന് അവളെ വീട്ടിലിരുന്നു കൊണ്ട് അവളുടെ പ്രോഡക്റ്റ് നാനാ ദിക്കിലും അവൾക്ക് എത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇനി അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇനിയും ഒരുപാട് ആളുകൾ നിങ്ങളുടെ സംസാരിക്കാനുള്ളത് കൊണ്ട്
ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആയിഷ. ഞാൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർക്കാട് നിന്ന് വരുന്നു. ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് സൈഡ് ബിസിനസ് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതിലെന്താ നല്ലതല്ലേ. ഇപ്പം നിങ്ങൾ ആരും നിങ്ങളെ നിർബന്ധിക്കാതെ ചെയ്യുന്ന കാര്യമല്ലേ, വളരെ നല്ല കാര്യം. ഞാൻ അതല്ലേ പറഞ്ഞു, എൻ്റെ മോളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്വന്തമായി സമ്പാദിക്കാനുള്ള സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രയത്നമാണല്ലോ ഇപ്പോൾ ഒരു എഫേർട്ടാണല്ലോ കാണുന്നത്. വളരെ സന്തോഷം. അതിപ്പോൾ എല്ലാവരിലും ഉണ്ട്. കാരണം മോൾ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് കൂട്ടുകാരി തുടങ്ങും, അതിൻ്റെ അപ്പുറത്തെ കൂട്ടുകാരിക്കും ഇൻസ്പയറിങ് ആവും. അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഓരോന്ന് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് വന്നതെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും അതൊരു ഇൻസ്പയറിങ് ആവട്ടെ, മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം ആവട്ടെ. സന്തോഷം. താങ്ക് യു സർ. നിങ്ങളെ ബിസിനസ്സിന് ഇൻസ്പിറേഷൻ? നിങ്ങൾ പറയുന്ന പോലെ ഒരു ഇൻസ്പയറിങ് ആവാനൊന്നുമില്ല, ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്ത് വളർന്നു വന്നവരാണ് ഞങ്ങൾ. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ഒരു വേൾഡ് ഓപ്പൺ ആയിരിക്കല്ലേ, കുറേ ഇൻസ്പയറിങ് ആയിട്ടുള്ള സംഗതിയുണ്ട്. നമ്മളെ നാട്ടിൽ അന്ന് ദാരിദ്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ. വളരെ കുറഞ്ഞ ഫാമിലിയിലെ ശരിക്കും കഞ്ഞി കുടിക്കാൻ ബാക്കിയുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഒന്നും ബിരിയാണി കിട്ടുമൊന്നുമില്ല. കല്യാണത്തിനേ ബിരിയാണി കിട്ടുകയുള്ളൂ. അതും എല്ലാ കല്യാണത്തിനും ബിരിയാണിയില്ല. വളരെ പ്രബലമായ കുടുംബങ്ങളിലുള്ളവർക്ക് ഒരു ബിരിയാണി ഉണ്ടാവും. അല്ലാത്തവർക്ക് ഈ പറയുന്ന കുമ്പളങ്ങ ചാറും പിന്നെ ബീഫും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവിടുന്ന് പോയി മറ്റ് ഒരു നാട്ടിൽ പോയി കഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ നാട്ടിൽ അവസരമില്ലാത്ത കാലത്ത് പോയതല്ലേ. ഉറപ്പായിട്ടും ഇൻസ്പയറിങ് ആയതല്ല എന്ന് തന്നെ പറയാം. ഇൻസ്പയറിങ് ആവാനൊന്നും അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജോലിയിൽ ഇറങ്ങി അങ്ങനെ ഓരോ അവസരങ്ങളും മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. സംസാരിക്കാം. ഞാൻ 8ാം ക്ലാസ് മുതൽ തന്നെ എനിക്ക് ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. അതായത് ഞാൻ വരച്ചെടുക്കുമായിരുന്നു. ഒരു ഫേസായിട്ട് വരച്ചെടുക്കാൻ കാലിഗ്രഫി ആയിട്ടാണെങ്കിലും ഇപ്പോഴും ഞാനത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓരോരുത്തർ വിളിക്കും, വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കും, ഓരോ ചുമരൊന്നും പെയിൻ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ എടുത്തുള്ളതാണെങ്കിലും അങ്ങനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇത് എന്താ വെച്ചാൽ വീട്ടിൽ നോർമലി സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഫാദറൊന്നുമില്ല. സോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതും. അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ ചുമരുമ്പ് ഇതാക്കിയാണ് കണ്ടിട്ട് അവിടുത്തെ ഒരു കാക്കു പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ലാപ്പിൽ എത്തി ചെയ്യാൻ ഇത് തയ്യാറാണോ ചോദിച്ചു. ക്യാൻവ, ഫോട്ടോഷോപ്പ് പറഞ്ഞാണ്ട് അതിൽ തയ്യാറാണോ ചോദിച്ചു. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം ഞാൻ കുറേ മുന്നേ തന്നെ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് അന്വേഷിച്ച് ഞാൻ ക്ലാസ് കണ്ടുകൊണ്ട് ഇത് ഒരുപാട് പഠിക്കാൻ നോക്കി. പക്ഷേ ഒരു ക്യാഷ് എന്നുള്ളൊരു സംഭവം മാത്രമാണ് അത് എന്ത് ആപ്പ് ഇൻസ്റ്റാളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ക്യാഷ് ഒരു 10 രൂപയ്ക്ക് വരെ തരേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ കാക്കു പറഞ്ഞ അവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ഓഫീസുണ്ട്, ബിക്ടോ ഇൻഫോടെക് എന്നാണ് ഓഫീസിൻ്റെ പേര്. അവിടെ എന്നോട് പറഞ്ഞ് അവിടെ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ശനിയാഴ്ച ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ പോകാൻ തുടങ്ങി. അത് ഏറ്റവും വലിയ മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആയിട്ട് ഞാൻ ഇപ്പോഴും ഓർത്ത് വെക്കുകയാണ്. കാരണം ഒരു 9th-ലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ ആ ഒരു ഓഫീസിൽ പോയിട്ട് ആ ചെയറിൽ 3 പേരാണുള്ളത്. ആ 3 പേരുടെ ഇടയിൽ ഞാനൊരാൾ ഇരിക്കുമ്പോൾ ആ ലാപ്പും കസലിൽ അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു പ്രൗഡ് ഏറ്റവും വലിയൊരു സംഭവമാണ്. അതിന് ഞാൻ അവിടെ ഫോട്ടോഷോപ്പ്, ക്യാൻവ സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ക്യാൻവയിൽ ഇപ്പോൾ എല്ലാം പക്കയാണ്. ഫോട്ടോഷോപ്പ് കുറച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുത്തു. വേറൊരു കമ്പനിക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ ഓരോ പുറത്തുനിന്ന് വരുന്ന ഓരോ ജോബ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കണ്ട. അത്രയും എനിക്ക് എന്നെ പറ്റി ആലോചിക്കുമ്പോൾ അവിടെ ഞാൻ ഏറ്റവും വലിയ പ്രൗഡാണ് ഞാൻ. കാരണം ഇത് ആരോട് പറയുകയാണെന്നുണ്ടെങ്കിലും ഇജി 9ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ എനിക്കിങ്ങനെ തന്നെ കഴിയണമെന്നുള്ള ലെവലാണ്. ആദ്യം മുതൽ തന്നെ 8ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ ഈ ജോബ് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി ഞാനിപ്പോൾ 30,000 അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കണില്ല. കാരണം വീട്ടിൽ ഓരോ ചിലവിലും ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കാം.
അപ്പോൾ എനിക്ക് ഒരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ഇത് സൈഡ് ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമും കാര്യങ്ങളായിട്ട് നിർത്തി വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇതിന് ചെയ്യണത് സർട്ടിഫിക്കറ്റ് അവിടുത്തെ കിട്ടും പറഞ്ഞു, പക്ഷേ എന്നാലും അതിന് ഒന്നുകൂടി മെച്യൂർഡായിട്ട് എനിക്ക് അതിൽ ഒന്നുകൂടി മുന്നിൽ നിൽക്കണമെന്നുണ്ട്. പക്ഷെ അതിന് ഞാനിപ്പം ഏജ് പ്രശ്നമുണ്ടോ അങ്ങനൊരു സംഭവം എനിക്ക് അറിയണമെന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയണമെന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്കിത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ, പക്ഷേ എനിക്കതിലൊന്നുകൂടി മുന്നേറാൻ എന്തെങ്കിലും ഒരു തരാൻ പറ്റും. ഞാനല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത്, മോളാണ് ഞങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത്. പിന്നെ ചെറിയൊരു അവസരം, ഒരു ചോദ്യം ചോദിക്കാനൊരു അവസരം കിട്ടിയപ്പോഴേക്കും മോള് വലിയൊരു സ്പീച്ചാണ് നടത്തിയിട്ടുള്ളത്, ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് വലിയൊരു തോട്ട് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കാര്യം മനസ്സിലായത് വലിപ്പോ ചെറുപ്പോ ഒന്നും വല്ല കാര്യം, അത് വില്ലിങ്നെസ് ഉണ്ടല്ലോ, നിമ്മോൾ ആ വില്ലിങ്നെസ്സിലാണ് കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇതിൽ നിന്ന് ഞാൻ റിയാസായിട്ട് ഞാൻ സംസാരിക്കാം, നമുക്ക് നല്ല ബിസിനസ് താല്പര്യമുള്ള കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു വേദി ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഇനി അതിൻ്റെ ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ തന്നെ ഞങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾ എടുക്കും. കാരണം മോളെ അതിനൊരു ഇൻസ്പയറിംഗ് ആയി സത്യത്തിൽ പറഞ്ഞാൽ. കാരണം ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഇത്രയൊന്നും ഡീപ്പിലി നിങ്ങൾ ഇങ്ങനെ ഫാമിലി ഓറിയൻറ്റഡ് ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ മോൾ ആ ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നടക്കുകയല്ലേ, അത് ഞങ്ങൾക്ക് വലിയ ഇൻസ്പയറിംഗ് ആയിരിക്കുകയാണ്, ഞങ്ങൾ ഈ ലീഡേഴ്സിന് വലിയ ഇൻസ്പയറിംഗ് ആയിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ സാർ, എൻ്റെ പേര് മുഹമ്മദ് ഈഷാൻ, PTM സ്കൂളിലാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ അധികം കുട്ടികൾ പഠിക്കണം എന്ന് അങ്ങനെയൊന്നുമില്ല, ഓൺലി ബിസിനസ്, ആ മൈൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ പറ്റി എന്താ സാറിന് പറയാനുള്ളത്? ഓൺലി ഹാർഡ് വർക്കിംഗ് ഒന്നുമില്ല, ഞാൻ പഠിക്കണമെന്നില്ല, എനിക്ക് ഭാവിയിൽ ബിസിനസ് മാൻ ആയാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്കത് ഇപ്പോഴത്തെ ഒരു തോന്നൽ മാത്രമാണ്. ഇന്നും എൻ്റെ പഠിപ്പിൻ്റെ കുറവുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അല്ലാതെ എൻ്റെ ബുദ്ധിയോ വിവരോ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെട്ടു പോയതല്ല. അതായത് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ഉറക്കമില്ലാതെ അതിനു വേണ്ടി കഷ്ടപ്പെടുക, ഉറക്കമില്ലാതെ കാലും കുലുക്കി തന്നെ ആലോചിച്ച് കിടക്കുക, അതിനു വേണ്ടി നേരം വെളുത്ത് ഇറങ്ങുക, അങ്ങനെയുള്ള ഒരു കാലത്തിലാണ്. ഇവരോടൊന്ന് മാറി നിൽക്കാൻ പറ്റും, ഇവരോടൊന്ന് സൈഡ് നിൽക്കാൻ പറയാം, മോൻ്റെ മുഖത്ത് നോക്കി പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പഠിപ്പ് ആരോട് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ എന്തെങ്കിലും ഒരു പോസ്റ്റിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ ആംബിഷൻ എന്ന് ചോദിക്കുമ്പോൾ അവനും ഇത് തന്നെയാണ് പറയാറ്. അവൻ പറയുന്നത് എന്താണ്, നല്ലൊരു ബിസിനസ് തുടങ്ങണം. നല്ലൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വിദ്യാഭ്യാസമില്ലാതെ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നതിൽ ചെറിയ റിസ്ക് ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലെ അന്ന് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വിദ്യാഭ്യാസത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആർക്കും കോമ്പറ്റേറ്ററായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബിസിനസ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ബിസിനസ്സിൽ നാട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ജോലി കൊടുക്കുകയും പിന്നെ അവരിങ്ങനെ വണ്ടിയിലും വാഹനത്തിലും വീടും വെച്ച് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് തോന്നുന്നതാണ്. അതിലൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ബിസിനസ് മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നതിൽ റിസ്ക് ഉണ്ട്. അതിൽ 1000 പേരോ 1,00,000 പേരിലോ 1-2 ആളുകൾ രക്ഷപ്പെട്ടു പോയത് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിന് അതിപ്രധാനമുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് ഉണ്ട്. ആ മോളതാ പറഞ്ഞില്ലേ, അവൾ വിദ്യാഭ്യാസം ഒരേപോലെ കൊണ്ടുപോകുന്നു, വീട്ടിലെ ഫാമിലിയിൽ ഉള്ള പെയിൻ അറ്റൻഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ എത്രയോ സംഗതികൾ ഈ സമയത്തിനുള്ളിൽ അവർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും ചിന്തിച്ച് പോട്ടെ എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഹായ് സാർ, എൻ്റെ പേര് റിയ, NHS കൊളത്തൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലഹരി കൂടി ഉൾപ്പെടുകയാണ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാഴ്ചപ്പാടിൽ ബിസിനസ്
ഒരു എങ്ങനെയാ ഒരു സാധനം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡിലായിരുന്നല്ലോ. ബട്ട് ഇപ്പോൾ ലഹരി എന്താണ് ഒരു ബിസിനസ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറ് അഭിപ്രായം എന്താണ്? ലഹരിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ കേട്ട് പേടിയാവുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി. വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് മനസ്സിലായി. എൻ്റെ മക്കളൊക്കെ ഞാൻ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചത്. അല്ലാതെ അവർ വിദേശത്തു നിന്ന് വലിയ വിദ്യാഭ്യാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. കാരണം അവിടെ ആകെ 3 ദിവസമേ ക്ലാസ്സുള്ളൂ, ബാക്കി 4 ദിവസം വെറുതെ നടക്കുക. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എന്നാലും മോള് പറഞ്ഞ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നന്നായി നമുക്ക് പേടിയുണ്ട്. കാരണം ഡീപ്പിലി അതിൻ്റെ ഡാറ്റാസ് നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ ഒരിക്കൽ നമ്മുടെ DYSP സാറിനായിട്ട് മീറ്റ് ചെയ്ത സമയത്ത്, വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി. നമ്മൾ ഈ പറയുന്ന അത്ര വലിയ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന അത്ര വലിയ പേടിപ്പെടുത്തുന്നതല്ല നമ്മളുടെ കാര്യങ്ങൾ. ഉണ്ട്, സംഗതിയുണ്ട്. അതിനെ നന്നായി സർക്കാർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് മറ്റുള്ളവരും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ ലഹരിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതുപോലെ ബിസിനസ് ലഹരിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. പൈസ ഉണ്ടാക്കുന്നതും ഒരു ലഹരിയാണെന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും അവർ ഇതിൽ നിന്ന് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, ചെയ്യിക്കലാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അൻവർ ഖയുടെ ക്ലാസ്സും നിങ്ങളുടെ ചോദ്യം? മോൾക്ക് ചോദിക്കാനുണ്ടോ ഒന്ന്? എത്തിക്സ് ഇല്ലാത്തൊരു ബിസിനസ് വേൾഡാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എലൻ മസ്ക് ഒക്കെ ആയാലും തന്നെ എത്തിക്സ് ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഈ എത്തിക്സിനെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നമുക്ക് ഇത്തിക്സ് ഇല്ലാതെ എന്ന് പറയുമ്പോഴേ ഇലോൺ മാസ്ക് ഇത്തിക്സ് ഇല്ലാതെ എന്ന് മോള് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ഇലോൺ മാസ്കിനും ഒരുപാട് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലോൺ മാസ്ക് ഇത്തിക്സ് ഇല്ലാതെ എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. പറഞ്ഞത് ചെയ്യുക, ചെയ്യുന്നത് പറയുക. ആ ഒരൊറ്റ പോയിൻ്റ് മാത്രമാണ് ഞാനൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ അതിൽ കുടുങ്ങി പോകാറാണ് സാധാരണ. കുടുങ്ങി പോകാമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പലപ്പോഴും കുടുങ്ങിപ്പോയി ഞാൻ ആ വാക്ക് പറഞ്ഞതിനാലെന്ന് വിചാരിച്ചാറുണ്ട്. പക്ഷേ ഞാൻ അതിനൊക്കെ പിന്നീട് രക്ഷപ്പെട്ടതും അതിനൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ ഏറ്റെടുക്കണ്ട, അതൊന്നും പറയണ്ട, അങ്ങനെയൊന്നും കമ്മിറ്റ് ചെയ്യേണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ഇത്തിക്സ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഇത്തിക്സിൽ പെടുന്ന ഒരു കാര്യമാണല്ലോ. അതായത് കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ ലോക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കളവ് പറയാൻ കഴിയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ കഴിയില്ല. കാരണം പറഞ്ഞു പോയില്ലേ, ഇയാൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കൊടുക്കണം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചെയ്യണം. അതിൽ നിന്ന് ഒഴിവ് പറയുക എന്ന് പറയുമ്പോൾ കളവ് പറയലായില്ലേ. അപ്പോൾ ഇൻറ്റഗ്രിറ്റിയിൽ എല്ലാ എത്തിക്സും പെട്ടു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻറ്റഗ്രിറ്റി വന്നാൽ ഞാൻ ചെയ്യുന്നതേ പറയുള്ളൂ എന്നും പറയുന്നതേ ചെയ്യുള്ളൂ എന്നും ഒരാളുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ രക്ഷപ്പെട്ടു. കാരണം ഞങ്ങൾ ഇത്തിക്സോട് കൂടി തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ബിസിനസ്സുകാരാണ്. പല ബിസിനസ്സിലും ഇത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് വളരെ നേരിയ കാലം കൊണ്ട് തന്നെ അവരൊക്കെ ഡ്രോപ്പായി വളരെ ഫെയിലിയറായി നടക്കുന്നത് കാണാം. അതുകൊണ്ട് മോളെ ഒരു കാര്യത്തിലും പേടിക്കണ്ട. ഇത്തിക്സ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇന്ന് ലോകത്ത് നിലനിൽക്കാൻ പോകുന്നില്ല. ഇനി അത് ഇലോൺ മാസ്ക് ആണെങ്കിലും മറ്റ് ടാറ്റ ആണെങ്കിലും. ഓക്കെ, താങ്ക് യു.